സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് തരുന്നത് നമ്മൾ ചോദിക്കുന്നത്. നമ്മളതിന് കോസി വിച്ച് ടാരോ എന്ന് പറയുന്ന മനോഹരമായ ടാരോ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിൻ്റെ സന്ദേശം നമ്മൾ ചോദിക്കുകയാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളത്, അതായത് ഇന്നത്തെ ദിവസം ഓവറോളായിട്ട് എന്തായിരിക്കും എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം ഹാൻഡിൽ ചെയ്യേണ്ടത്. 3 നമുക്ക് എന്ത് ഔട്ട്കമ്മിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫോക്കസ് ഇതാണ്. ഇന്ന് നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇന്ന് എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് വരാൻ സാധ്യത നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കാർഡ് എടുത്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇതിൽ കാണുന്ന പിക്ചർ നിങ്ങൾ നോക്കണ്ട. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് ഒരു കപ്പ് എന്ന് പറയുന്നത് വികാരത്തിൻ്റെ കാർഡാണ്. നൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യോദ്ധാവ് എന്ന് പറയുന്ന കാർഡാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വികാരത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. ഇതിൽ നമ്മൾ വികാരം എന്നുള്ളത് ഇമോഷൻസ് ഉദ്ദേശിക്കുന്നത് സ്നേഹം എന്ന് പറയുന്ന ഇമോഷനാണ്. സാധാരണ ഒരു എന്താ പറയുക ലവ് എന്ന് പറയുന്നൊരു കാർഡാണ്. ലവർ എന്നൊക്കെ പറയുന്നൊരു കാർഡാണിത്, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഇതിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് വരുമ്പോൾ പൊതുവേ ഇപ്പം നമ്മളോട് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് നമ്മളിലേക്ക് വരുന്നൊരു ഊർജ്ജം എന്ന് പറയുന്നൊരു സ്നേഹത്തിൻ്റെ ഊർജ്ജമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത്. നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് 3 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 3 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. ഇവരുടെ അവിടെ ഒരു വേദനാജനകമായിട്ട് സംഭവം കൊണ്ടു നടക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, ഇറ്റ്സ് ഓക്കെ ടു ക്രൈ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിലേക്ക് എന്താ പറയുക, ഈ സ്നേഹത്തിൻ്റെ ഒരു ഫോക്കസ് വരികയോ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു വേദന തോന്നിക്കഴിഞ്ഞാൽ അതിൽ കരയുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. 3 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് മുൻകാലങ്ങളിലെ വേദന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വേദനകളും നമ്മൾ ഇതാക്കരുന്നുള്ളതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൽ വേദന എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതില്ലാണ്ട് വേദനിക്കുന്നവരാരും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി വേദന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന് ഏതെങ്കിലും കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കുകയോ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി സ്നേഹത്തിൻ്റെ ഒരു ഫോക്കസുള്ള ദിവസമായതുകൊണ്ട് കരയാൻ തയ്യാറായാണെങ്കിലും അല്ലെങ്കിൽ വേദിക്കാൻ തയ്യാറാണെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാണ്. എന്തിലും നമുക്കിന്ന് ഫോക്കസ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അതും കപ്പിൻ്റെ കാർഡാണ്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ 2 പേര് ചേർന്നിരിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാർഡാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് 2 പേര് കണ്ടുമുട്ടി സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഓവറോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് 2 കപ്പുകളാണ്. ഒന്ന് ഒരു സ്നേഹത്തിൽ ഫോക്കസ് ചെയ്യുന്നു. നമ്മളെന്തോ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വേദനിക്കുമോ എന്ന് കരുതി നമ്മൾ പിൻവാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. വേദനിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിയനിലാണ്, ചേർന്നിരിക്കലാണ്. അത് സ്നേഹിക്കുന്നവരാണെങ്കിൽ കൂടുതൽ സ്നേഹിക്കുക, സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. എന്താണ് താങ്കളുടെ സിറ്റുവേഷൻ എങ്കിലും ഇന്നത്തെ ദിവസം ഒരു ലവിൻ്റെ ഡേ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നിങ്ങൾക്ക് ആ സ്നേഹം നിങ്ങളിലേക്ക് വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വൈകിട്ട് കാണാം. ബൈ ബൈ. ഹാവ് എ ഗുഡ് ഡേ.